ഈ ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടെങ്കിൽ കറി രണ്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. വയറ് നിറയുന്നതേ അറിയില്ല, ഇരുന്ന് അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത കൂന്തലുണ്ടല്ലോ, റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിക്കകത്തേക്ക് ഞാനൊരു 3 മീഡിയം സൈസുള്ള സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് തന്നെ ചോപ്പ് ചെയ്ത ഒരു 3 മീഡിയം സൈസ് തക്കാളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ വെളുത്തുള്ളി അങ്ങനെയൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോന്നേ, ഞാൻ ഒരു 3/4 കിലോയോളം കൂന്തലാണ് ഇവിടെ ഉള്ളത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നോടം വരെ വഴറ്റി കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് ആക്കി എടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കട്ട് ചെയ്ത് വെച്ച കൂന്തൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ അടച്ച് വെച്ച് വറ്റി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എന്നാ ചെയ്യണമെന്ന് അറിയാമോ, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് എടുത്ത് കഴിക്കണം. ഇതിനകത്ത് നമ്മൾ വേറെ കുരുമുളകോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു കൂന്തലിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ചോറിനൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മസാല മാത്രം മതി, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചപ്പാത്തിക്കാണെങ്കിലും പറ്റിയൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.